നമസ്കാരം. ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ ക്വാർട്ടർ ഫൈനലിലെ ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാൻ മത്സരം അതിനിർണായകമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. ജയിക്കുന്നവർക്ക് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടാൻ സാധിക്കും എന്നതിനാൽ തന്നെ ഒരു ജീവൻ മരണ പോരാട്ടമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. എന്നാൽ മത്സരത്തിന് മഴ വില്ലനായി മാറുമോ എന്ന ആശങ്കയാണ് ക്രിക്കറ്റ് പ്രേമികൾക്ക് ഉള്ളത്. മത്സരഗതിയെ തന്നെ മാറ്റിമറിക്കാൻ ഈ ഒരു മഴയ്ക്ക് സാധിക്കും. മത്സരത്തിനിടയിൽ എപ്പോൾ മഴ വന്നാലും അത് ഇരു ടീമിനെ സംബന്ധിച്ച് നിർണായകമാണ്. കാരണം കഴിഞ്ഞ ദിവസം പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ റാവൽപിണ്ടിയിൽ നടക്കാനിരുന്ന മത്സരം മഴ കാരണം ഉപേക്ഷിക്കപ്പെട്ടിരുന്നു. അതിനു മുൻപ് ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള മത്സരവും മഴ കാരണം ഉപേക്ഷിക്കപ്പെട്ടു. ഓസീസ് അഫ്ഗാൻ മത്സരത്തിലും മഴ വന്നാൽ അത് ഏത് ടീമിനെയായിരിക്കും നേട്ടമാവുക, ഏത് ടീമിന് കോട്ടമാകുമെന്നും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നോക്കാം. ടൂർണമെന്റിലെ മരണ ഗ്രൂപ്പായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ബിയിൽ കാര്യങ്ങൾ ഇപ്പോഴും വളരെ കടുപ്പം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. 2 റൗണ്ടുകൾ പൂർത്തിയാക്കിയിട്ടും ആരും ഇനിയും സെമി ഫൈനലിൽ എത്തിയിട്ടില്ല. സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ ഇരു ടീമിനും 3 പോയിന്റ് വീതമുണ്ട്. അഫ്ഗാനിസ്ഥാൻ 2 പോയിന്റ് ഉണ്ട്. ഇവരാണ് സെമി ബർത്തിനായി പോരടിക്കുന്നത്. കളിച്ച 2 മത്സരവും തോറ്റ ഇംഗ്ലണ്ട് പുറത്തായി കഴിഞ്ഞു. ഓസ്ട്രേലിയയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള മത്സരം മഴയെടുത്താൽ അത് നേട്ടമാവുക ഓസീസിന് തന്നെയാകും. അങ്ങനെ സംഭവിച്ചാൽ ഇരു ടീമുകളും ഓരോ പോയിന്റ് വീതം പങ്കുവയ്ക്കും. ഇതോടെ 4 പോയിന്റുമായി കങ്കാരുപട സെമിയിലേക്ക് മുന്നേറുകയും ചെയ്യും. പക്ഷേ അഫ്ഗാന്റെ സെമി സാധ്യത അപ്പോഴും തുലാസിൽ തന്നെയായിരിക്കും. കാരണം സൗത്ത് ആഫ്രിക്കയ്ക്കും അഫ്ഗാനും അപ്പോൾ തുല്യ പോയിന്റുകളായിരിക്കും ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ സൗത്ത് ആഫ്രിക്കയും ഇംഗ്ലണ്ടും തമ്മിൽ ശനിയാഴ്ച നടക്കാനിരിക്കുന്ന അവസാന മത്സരമായിരിക്കും സെമിയിലെത്തുന്ന 2ാമത്തെ ടീമിനെ തീരുമാനിക്കുന്നത്. സൗത്ത് ആഫ്രിക്ക ജയിക്കുകയാണെങ്കിൽ 5 പോയിന്റുമായി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി അവർ സെമിയിൽ എത്തും. 4 പോയിന്റുള്ള ഓസീസ ഗ്രൂപ്പിലെ റണ്ണറപ്പും ആവും. എന്നാൽ അഫ്ഗാനിസ്ഥാൻ സെമിയിൽ എത്തണമെങ്കിൽ ഇംഗ്ലണ്ടിനോട് സൗത്ത് ആഫ്രിക്ക തോൽക്കേണ്ടതായി ഉണ്ട്. പക്ഷെ ചെറിയ മാർജിനിൽ പരാജയപ്പെട്ടാലും അത് സൗത്ത് ആഫ്രിക്കയ്ക്ക് ക്ഷീണമാകില്ല. കാരണം നെറ്റ് റൺ റേറ്റിൽ അവർ ഏറെ മുന്നിലാണ്. +2.140 റൺ റേറ്റ് ആണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്കയും അഫ്ഗാനിസ്ഥാനും തുല്യ പോയിന്റുമായി ഒപ്പത്തിനൊപ്പം എത്തിയാലും മികച്ച നെറ്റ് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ സൗത്ത് ആഫ്രിക്ക സെമി ഫൈനലിൽ എത്തും. പക്ഷേ ഇംഗ്ലണ്ടിനോട് വൻ മാർജിനിൽ സൗത്ത് ആഫ്രിക്ക തകർന്നടിയുകയാണെങ്കിൽ അഫ്ഗാന് പ്രതീക്ഷയുണ്ട്. അങ്ങനെ വന്നാൽ അവരുടെ നെറ്റ് റൺ റേറ്റിലും വലിയ ഇടിവ് സംഭവിക്കും. ഇത് അഫ്ഗാനിസ്ഥാനെ സെമിയിലേക്ക് യോഗ്യത നേടാൻ സഹായിക്കുകയും ചെയ്യും. നിലവിൽ അഫ്ഗാൻ ടീമിന്റെ നെറ്റ് റൺ റേറ്റ് -0.990 ആണ്. ഇംഗ്ലണ്ടിനോട് സൗത്ത് ആഫ്രിക്കൻ ടീം വൻ മാർജിനിൽ തോറ്റാൽ മാത്രമേ അവരുടെ നെറ്റ് റൺ റേറ്റ് അഫ്ഗാനേക്കാൾ താഴെ പോവുകയുള്ളൂ. ഓസ്ട്രേലിയയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള പോരാട്ടത്തെ ഇന്ത്യയും ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. കാരണം സെമി ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളികൾ ആരാകുമെന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ഇതിലൂടെ ലഭിക്കാൻ പോകുന്നത്. ഓസ്ട്രേലിയ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഇവയിൽ ഏതെങ്കിലും ഒരു ടീമിനെയാകും സെമിയിൽ ഒരുപക്ഷെ ഇന്ത്യക്ക് ലഭിച്ചേക്കുക. ഇവരിൽ ഓസീസിനേക്കാൾ അഫ്ഗാനെ എതിരാളികളായി ലഭിക്കാനായിരിക്കും ഇന്ത്യ ആഗ്രഹിച്ചേക്കുക. കാരണം അഫ്ഗാനിസ്ഥാനെതിരെ അപരാജിത റെക്കോർഡാണ് ഇന്ത്യക്കുള്ളത്. അതുകൊണ്ട് തന്നെ സെമിയിൽ അവരെ ലഭിച്ചാൽ ഉറപ്പായും ജയിക്കാനാകുമെന്ന പ്രതീക്ഷ അല്ലെങ്കിൽ ആത്മവിശ്വാസം ഇന്ത്യക്ക് ഉണ്ട്. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയ അഫ്ഗാനിസ്ഥാന് ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തുക പാടുള്ള കാര്യമായിരിക്കില്ല എന്നാണ് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ മഴ എത്തരത്തിൽ മത്സരത്തെ സ്വാധീനിക്കും എന്ന് ആശ്രയിച്ചാണ് ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരിക്കുന്നത്.